ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഗരം മസാല നമ്മൾ പല സ്ഥലത്തും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പം എൻ്റെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് ഗരം മസാല ഉണ്ടാക്കുന്നത് ആ രീതിക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ സ്പൂൺ കണക്കിനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ മെഷറിംഗ് സ്പൂൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതേപോലുള്ള വലിയൊരു സ്പൂണ് എല്ലാവരുടെയും വീട്ടിൽ കാണും. ഇതിൽ അളന്നെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ പെരിഞ്ജീരകം ഒരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏലക്കയും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പട്ടയാണ്. അത് വലിയൊരു പീസായിരുന്നു, അത് ഞാൻ ചെറുതാക്കി മുറിച്ചതാണ്. അതും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 തക്കോലം, 2 ബേ ലീഫ്. ഈ ബേ ലീഫ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഞാനൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. കാരണം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ പെരിഞ്ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എല്ലാ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഫ്ലെയിം ഓണാക്കി പാൻ നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ അത് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഈ മസാലകളൊക്കെ ഒന്ന് വഴറ്റി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാലകളെല്ലാം ഡ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ട് ഒന്ന് ഒടിച്ചു നോക്കാം. ഞാനൊരു ബേ ലീഫ് എടുത്ത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത് കറുകപ്പട്ടയാണ്. കറുകപ്പട്ട നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ശേഷം നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ വച്ചിരുന്നാൽ അതൊന്നുകൂടി കരിഞ്ഞു പോവും. ഇപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്ത് തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് പൊടിച്ചെടുക്കാം. ഒരിക്കലും മിക്സിയിൽ ചൂടനോടെ ഒരു സാധനം ഇട്ട് പൊടിക്കരുത്. കാരണം മിക്സിയുടെ ബ്ലേഡ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഒന്ന് ആറിക്കഴിഞ്ഞ് ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത ഉടനെ നമ്മളിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റരുത്. കാരണം ഇതിനകത്ത് കുറച്ച് ചൂടും കൂടി ഉണ്ടാവും. അപ്പോൾ പൂർണ്ണമായിട്ടും ചൂട് ആറിയതിന് ശേഷം മാത്രം മറ്റൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കുക. ഇതിങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആഴ്ചകളോളം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് കുറഞ്ഞ അളവിൽ ഉണ്ടാക്കി വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഈ ഗരം മസാല ഇരിക്കും തോറും അതിൻ്റെ സ്മെല്ല് കുറഞ്ഞ് വരും. അപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കിയിട്ട് വീണ്ടും അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് പുതിയത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലോട് കൂടി തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഗരം മസാല എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.